രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ് നാളെ. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ ബജറ്റ് എന്ന് പറയുന്നത്? ജനങ്ങൾ ഒരു ജനക്ഷേമ ബജറ്റ് എന്ന രീതിയിൽ തന്നെയായിരിക്കുമോ? തീർച്ചയായിട്ടും ജനക്ഷേമ ബഡ്ജറ്റായിരിക്കും. ഇടതുപക്ഷത്തിൻ്റെ എല്ലാ ബഡ്ജറ്റും ജനക്ഷേമ ബഡ്ജറ്റ് തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കേരളത്തിന് കൂടുതൽ വികസനം ഉണ്ടാവണം, ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടണം, ഭാവി തലമുറയ്ക്കുൾപ്പെടെ വലിയ പ്രതീക്ഷ നൽകുന്നതായിരിക്കണം. അതനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പ്രധാനമായും LDFിൻ്റെ പ്രകടന പത്രികയിൽ പെൻഷൻ്റെ കാര്യത്തിൽ തന്നെ 2500 വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അതിൽ 2000 വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്ന ഒന്നുകൂടിയായിരിക്കും. അപ്പോൾ അതിൽ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങളങ്ങനെ വെറുതെ അങ്ങ് അന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതീക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ലഭിക്കേണ്ട തുകയിൽ 2.5 ലക്ഷം കോടി രൂപ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് വെട്ടിക്കളഞ്ഞു. 18 മാസക്കാലം നേരത്തെ പെൻഷൻ കൊടുക്കാതിരുന്നു, 600 രൂപയായിട്ടും എന്നുള്ളത് UDFിനെ പറ്റിയുള്ള ഒരു വിലയിരുത്തലാണല്ലോ. ഈ സർക്കാർ വന്നതിന് ശേഷം 5 വർഷം കൊണ്ട് 5 വർഷം പൂർത്തിയാകുമ്പോൾ 54,000 കോടിയോളം രൂപ കൊടുക്കും നമ്മൾ. തൊട്ട് മുമ്പത്തെ പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ 35,000 കോടി രൂപയാണ് കൊടുത്തത്, പഴയ 18 മാസത്തെ കുടിശ്ശിക സഹിതം. അതിനു മുമ്പുള്ള ഗവൺമെൻറ് 11,000 കോടിയാണ് കൊടുത്തത്. അപ്പോൾ ഇത്രയും കൊടുത്തൊരു ഗവൺമെൻറ് ഈ വലിയ തുക വെട്ടിക്കുറച്ചിട്ടും ഇത്രയും കൊടുക്കുന്നുവെന്ന് ജനങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് കിട്ടാനുണ്ടായിരുന്ന ഒരു വർഷം ശരാശരി 50,000 കോടി രൂപ വെച്ച് വെട്ടിക്കുറയ്ക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ നടന്നേനെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. അങ്ങനൊരു സാഹചര്യത്തിലും ഇതെല്ലാം ചെയ്യുന്നു, ഈ പറഞ്ഞ കാര്യം അഷ്വർ ചെയ്തിട്ട് കൊടുക്കുന്നു എന്നുള്ള ചെറിയ കാര്യമല്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരെ സമരം ചെയ്യാൻ തെരുവിലിറങ്ങുന്ന ജനങ്ങളുള്ള നാടാണ് കേരളം. ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി തന്നെ ആയിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. എന്തായാലും ഇത് ഇടതുപക്ഷമാണെങ്കിൽ ചെയ്യാവുന്നതേ പറയൂ, പറയുന്നത് ചെയ്യും, വഴിയിലിട്ട് പോകത്തില്ല എന്നെല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ വർഷമാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പിന്തുണ അത് എങ്ങനെയായിരിക്കും ഈ ബജറ്റിൽ? അതിനുള്ള ആവശ്യമായ പണം ഈ ബജറ്റിൽ മാറ്റിവെക്കും. ഇപ്പോൾ ആ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് 20 ലക്ഷത്തിലധികം പേര് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 30 ലക്ഷത്തോളം വരെ നമ്മൾ കണക്കാക്കുന്നത്. 15 ലക്ഷം 18 ലക്ഷം പേരായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ പണം കൊടുത്തു തുടങ്ങുമല്ലോ. ഇപ്പോൾ ചെറുപ്പക്കാർക്കുള്ള കണക്ട് വർക്കിൻ്റെ പണം കൊടുത്തു തുടങ്ങി. അതിനുവേണ്ടി നല്ലൊരു തുക വേണ്ടി വരും ഇത്രയും പേർക്ക് കൊടുക്കാൻ. ആ തുക പ്രത്യേകം ബഡ്ജറ്റിൽ വകയിരുത്തും. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോകാമല്ല, അതിന് തുക വെക്കുകയും വകയിരുത്തുകയും അതിനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തിട്ട് തന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക. പ്രധാനമായും കൂടുതൽ പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുക എന്നതിനാണോ, അല്ലെങ്കിൽ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള വികസന പദ്ധതികൾ അതിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് പോകുക, അതിനുള്ളൊരു വകയിരുത്തലാകുമോ ഈ ബജറ്റിൽ ഊന്നൽ? രണ്ടും ഉണ്ടാവും. നിലവിലുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള കൂടുതൽ ഫണ്ടുകൾ വെക്കേണ്ടി വരും. പുതിയ പദ്ധതികളെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ വേണ്ടി വരും. കാരണം പുതിയ സാഹചര്യത്തിൽ നമുക്ക് വരാൻ പറ്റുന്ന നല്ല സാഹചര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനുള്ള പദ്ധതികളുണ്ടാവും. ഇത് രണ്ടും ചേർത്തിട്ട് തന്നെയായിരിക്കും ചെയ്യുക. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിസന്ധി, അവഗണന ഒക്കെ തുടരുന്നൊരു ഘട്ടമാണ് ഇപ്പോഴും. പക്ഷേ അപ്പോഴും അതിനെല്ലാം അതിജീവിച്ച് സംസ്ഥാനം മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയുള്ള ഈ ഒരു ബജറ്റ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? കേന്ദ്ര ബജറ്റ് വരുന്നത് 1-ാം തീയതിയാണ്. ഫിനാൻസ് കമ്മീഷൻ, ഇപ്പം പുതിയ ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടും അവർ ഇതുവരെ അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടില്ല. അതും വളരെ പ്രധാനമാണ് കേരളത്തെ സംബന്ധിച്ച്. അടുത്ത 5 വർഷക്കാലത്തേക്ക് നമുക്ക് കിട്ടുന്ന നികുതി വിഹിതം എത്രയായിരിക്കും എന്നുള്ളത് അതിലാണ് തീരുമാനിക്കുക. കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ കേരളത്തിന് നടുവൊടിച്ച് കളഞ്ഞു. അതാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം. അപ്പോൾ ഈ 2 കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയേറെ നമ്മൾ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റും ഇപ്പോൾ ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് നേരത്തെ തന്നെ അവർ പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. അത് വരുമ്പോൾ അതനുസരിച്ച് ഗുണമുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മളാണെങ്കിലും നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള നമ്മുടെ വരുമാനം നല്ലതുപോലെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 54,000 കോടിയായിരുന്നു നമുക്ക് 5 വർഷം മുമ്പ് ചുമതല ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ആകെ വരുമാനം, ടാക്സും നോൺ ടാക്സും. അതിപ്പോൾ 1 ലക്ഷത്തിന് മേളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കൂടുതൽ വർദ്ധിക്കും. അപ്പോൾ അങ്ങനെ ആ വരുമാനം വർദ്ധിക്കുകയും ആക്ടിവിറ്റി വർദ്ധിക്കുകയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ന്യായമായ വിഹിതം കിട്ടുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ ജമ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ വിഴിഞ്ഞം പോലെയുള്ള തുറമുഖം വന്നത് മാത്രം മതിയല്ലോ ഞാൻ കേരളത്തിൽ എത്രത്തോളം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ. കാരണം വിഴിഞ്ഞത്തിന് 1 രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ്. അത് കേരളത്തിന് വലിയൊരു ഭാവിക്ക് അടിത്തറയിടുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നി മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള പണം സർക്കാർ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്. അവർ ചോദ്യങ്ങൾ ആദ്യം തൊട്ടേ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യവും നടക്കുന്നുമുണ്ട്. അവർക്കത് വേണ്ടത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. അതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷേ അത് ആളുകൾ കാണുകയാണല്ലോ. ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് ചുമ്മാതെ പ്രസംഗിക്കുകയല്ലല്ലോ. നാഷണൽ ഹൈവേ തെക്കുന്നു വടക്കേറ്റം വരെ പൂർത്തിയാവുന്നു.
വിഴിഞ്ഞം തുറമുഖം വരുന്നു, വിമാനത്താവളത്തിൽ വികസനം വരുന്നു, ക്ഷേമ പദ്ധതി 2,000 രൂപയാക്കിയിട്ട് 60 ലക്ഷത്തിലധികം ആൾക്ക് കൊടുക്കുന്നു. പക്ഷേ പിന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നു. ഇതെല്ലാം നടപ്പിലാക്കുന്നു. ആശുപത്രിയും സ്കൂളും എല്ലാം വരുന്നു. ഇതെങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. എന്തായാലും ഒരു കാര്യം, പറഞ്ഞ കാര്യങ്ങൾ നന്നായി നടത്താൻ വേണ്ടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഈ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലായിരിക്കും വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ? വരുമാനം വലിയ തോതിൽ ടാക്സ് വർദ്ധിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഇപ്പോൾ പറ്റില്ല, പരിമിതിയുണ്ട്. ആകെ ടാക്സ് ഏർപ്പെടുത്തുന്നത് മദ്യത്തിനും പെട്രോളിനും മാത്രമാണ്. പെട്രോൾ, ഡീസൽ, മദ്യം ഇതിന് കൂട്ടാൻ പറ്റത്തില്ല. മദ്യത്തിന് കൂട്ടിയിട്ടില്ല 5 വർഷമായിട്ട്. കൂട്ടിക്കഴിഞ്ഞാൽ മയക്കുമരുന്ന് ഇതിനേക്കാളും വില കുറഞ്ഞ് കമ്പോളത്തിൽ വരുമെന്നുള്ളതാണ് ഭയം. പെട്രോളിനും അധികം കൂട്ടാൻ പറ്റില്ല. അപ്പോൾ GST ആണ് നമ്മുടെ സെയിൽ ടാക്സ് ഉള്ളതങ്ങ് അവരെടുത്തുകൊണ്ട് പോയി, GST ആയി. അതിനകത്ത് നിന്നുകൊണ്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, കളക്ഷൻ വർദ്ധിപ്പിക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നടക്കുന്നുണ്ട്, പരിമിതി ഉണ്ടെന്നാലും. അവസാനമായൊരു ചോദ്യം കൂടി, അതായത് പ്രതിപക്ഷം പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്, ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നു. അതിനുള്ളൊരു മറുപടി എങ്ങനെയായിരിക്കും? ഗിമ്മിക്കൊന്നും ആയിട്ട് നമ്മളൊരു കാര്യം നടത്താറില്ല. കഴിഞ്ഞ വർഷം അവർ പറഞ്ഞെന്താ 2 ട്രില്യൺ എന്ന് പറയുന്നത് ചുമ്മാ അതൊരു കണക്കല്ലേ. അവസാനം അങ്ങനെ ആർഗ്യൂ ചെയ്തല്ലോ. ഇപ്പോൾ ഫൈനൽ കണക്ക് വരുമ്പോൾ നോക്കിക്കോളൂ, എത്ര ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഘട്ടത്തിലും അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കാര്യങ്ങൾ വരുത്തിക്കൊണ്ടാണ് പറയുന്നത്. അല്ലാതെ അപ്പം ഇത് മാജിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗിമ്മിക്കെന്ന് പറഞ്ഞാൽ ഒന്ന് കാണിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നതാണ്. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ ഈ കഴിഞ്ഞ 5-10 വർഷമായിട്ട് വന്ന കാര്യങ്ങൾ തോന്നിപ്പിക്കുന്ന കാര്യമല്ല, റിയലി അവിടെ ഉള്ള കാര്യമാണ്. അതാണ് ഇടതുപക്ഷം. തീർച്ചയായും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ നടപ്പാക്കി മുന്നോട്ട് പോകുക, അത് തന്നെയാണ് ഈ LDF സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിലൂന്നി തന്നെയായിരിക്കും ഈ ബജറ്റും മുന്നോട്ട് കാര്യങ്ങൾ വയ്ക്കുക എന്നുള്ളതാണ് ധനമന്ത്രി KN ബാലഗോപാൽ കൈരളി ന്യൂസിനൊപ്പം വ്യക്തമാക്കിയത്. സജുവിനൊപ്പം S. ഷീജ, തിരുവനന്തപുരം.